ഗൂഗിളിലെ സാറ്റലൈറ്റ് മാപ്പിന്റെ സഹായത്തോടു കൂടി നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ പൊട്ടി ഒലിച്ചു പോയ സ്ഥലം എങ്ങനെയാണെന്നുള്ളത്. കീർഗംഗ നദിയുടെ മുകളിലായി ഇവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് നദി വഴി പൊട്ടി ഒലിച്ചത് ഇത്രയും ഭാഗം ഉരുൾ എടുത്തുപോയി എന്നുള്ളതാണ്. ഇത്രയും ഭാഗം മേഘവിസ്ഫോടനത്തിൽ നശിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ലക്ഷ്മിനാരായണ റിസോർട്ട് ഒക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വശം ഉരുളെടുത്തു പോയി ഇവിടേക്ക് നേരെ എത്തുന്നത് ഈ ഭഗീരഥി നദിയിലേക്കാണ്. പൊട്ടി ഒലിച്ച് ഈ മണ്ണും വെള്ളവും ജലവും എല്ലാം ഈ ഭഗീരഥി നദിയിലേക്കാണ് എത്തുന്നത്. ഇവിടെ ദരാലി വാലി പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൽപ്പകേദർ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ വിനോദസഞ്ചാരികളും വിശ്വാസികളായിട്ടുള്ള ആളുകളും ഒക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ ഈ റിസോർട്ടുകളിലും ഇതിനടുത്തുള്ള ഹോം സ്റ്റേകളിലും ഒക്കെയാണ് താമസിക്കുന്നത്. ഇത്രയും വശം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവിടെ താമസിക്കുന്ന മനുഷ്യരെല്ലാം പോയി. നമ്മൾ കണ്ടു ഈ ഉത്തരകാശി ഗംഗോത്രി റോഡ് വഴി ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടാനായി ഓടുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം കണ്ടതാണ്. പക്ഷേ അവരെ എല്ലാം ഈ മണ്ണും ജലവും അപ്പാടെ എടുത്തു പോവുകയായിരുന്നു. എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, എത്ര ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയധികം മനുഷ്യർ, നമ്മളിപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ഉരുൾപൊട്ടലിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് വലിയൊരു പ്രദേശത്തെ മുഴുവൻ ഉരുൾ വിഴുങ്ങിയത്. അതിന് സമാനമായ ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഇരട്ടി ആഘാതം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാം. ഇത്രയും ഭാഗം നശിച്ചു പോയി എന്നുള്ളതാണ്. പൂർണ്ണമായും മണ്ണെടുത്തു.